ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, 1 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട് രാജാവാക്കി മാറ്റിയ സാവൂളിനെ ദൈവം തിരസ്കരിക്കുകയാണ്. സാമുവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിൽ നിന്ന് സാവൂളിൽ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നീ എഴുന്നേറ്റ് കുഴലിൽ തൈലം നിറച്ച് നീ പുറപ്പെടുക. ബത്ലഹേംകാരനായ ജെസയുടെ മകനിൽ ഒരുവനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. സാമുവേൽ കുഴലിൽ തൈലം നിറച്ച് അവൻ ബത്ലഹേമിലെത്തി. ജെസയുടെ അടുത്ത് ചെന്ന് ജെസയുടെ മക്കളെ കാണുവാൻ വേണ്ടി അവൻ ഒരുങ്ങി. ജെസ തൻ്റെ 7 മക്കളെയും കാണിച്ചു. മൂത്ത 3 മക്കൾ സാവൂള് രാജാവിനോടൊപ്പം യുദ്ധം ചെയ്യുന്നവരാണ്. 7 പേരെ കാണിച്ചപ്പോഴും ദൈവം പറഞ്ഞു, ഇവരുടെ ആരുമല്ല. യുദ്ധവീരന്മാരെ കണ്ടപ്പോൾ സാമുവേൽ വിചാരിച്ചു, ആകാരഭംഗി കണ്ടുകൊണ്ട് വിചാരിച്ചു, ഇവനായിരിക്കും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനെന്ന്. ദൈവം സാമുവേലിനോട് പറഞ്ഞു, ഇവനല്ല. മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, ദൈവമാട്ടെ ആന്തരിക ഭാവത്തിലും. സാമുവേൽ ജെസയോട് ചോദിച്ചു, നമുക്ക് വേറെ പുത്രന്മാരില്ലേ? ജെസ പറഞ്ഞു, ആട് മേയ്ക്കാൻ പോയിരിക്കുന്ന ഒരുവനുണ്ട്, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ കൊണ്ടുവന്നു. അവന് പവിഴ നിറമുണ്ടായിരുന്നു, മനോഹരമായ നയനങ്ങളുണ്ടായിരുന്നു, അവൻ സുന്ദരനായിരുന്നു. ദൈവം പറഞ്ഞു, ഇവനെയാണ് അഭിഷേകം ചെയ്യേണ്ടത്. സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് സാമുവേൽ പ്രവാചകൻ കുഴലിലുള്ള തൈലമെടുത്ത് അവനെ അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ദാവീദിൽ പ്രവർത്തിച്ചു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളിലേക്ക് ശക്തമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി, ശക്തമായി ആവസിച്ചു. സാവൂളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. സാവൂളിനെ ഒരു ദുഷ്ടപിശാച് പീഡിപ്പിക്കുവാൻ തുടങ്ങി. ഇതറിഞ്ഞ ഭൃത്യന്മാർ പറഞ്ഞു, ജെസയുടെ ഒരു മകനുണ്ട്, ആട്ടിടയനാണ്. അവനെക്കുറിച്ച് 4 ഗുണങ്ങൾ അവിടെ പറയുന്നുണ്ട്. 1, കിന്നര വായനയിൽ നിപുണനാണ്. 2, പരാക്രമിയായ യോദ്ധാവാണ്. 3, നല്ല വാക്ചാതുര്യമുള്ളവനാണ്. 4, അവൻ കോമളനാണ്. സാവൂൾ ആളയച്ച് ദാവീദിനെ കൊട്ടാരത്തിലേക്ക് വരുത്തി. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സാവൂളിൽ പ്രവേശിച്ച ദുരാത്മാവ് വിട്ടുപോയി. സാവൂളിന് ആശ്വാസവും സുഖവും ലഭിച്ചു. പ്രൈസ് ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ പീഡനമേൽക്കേണ്ടി വരും, സ്വസ്ഥതയില്ലാതെ വരും, ദുഃഖം അനുഭവിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ എവിടെ ചെന്നാലും അവിടെയെല്ലാം അനുഗ്രഹം കൊടുക്കുവാൻ അവന് സാധിക്കും. അവൻ്റെ സാന്നിധ്യം തന്നെ വലിയ അനുഗ്രഹമായി മാറും. എന്നെ ശ്രമിക്കുന്ന ഏവർക്കും ദൈവസന്നിധിയിലേക്ക് കണ്ണുകളൊന്ന് ഉയർത്താം, കരങ്ങളൊന്ന് ഉയർത്താം. പ്രവാചകന്മാരിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ ആത്മാവേ, ഇന്ന് ഈ നിമിഷം ഞങ്ങളിലേക്കും കടന്നു വരണമേ. അങ്ങനെ ഞങ്ങളിലേക്ക് അയച്ച ആത്മാവിനെ ഒരിക്കലും തിരിച്ചെടുക്കരുത്. ആത്മാവിനെ തിരിച്ചെടുത്താൽ ഞങ്ങളുടെ ജീവിതം അസ്വസ്ഥമായി തീരും. ദൈവമേ, ഇന്ന് ഞങ്ങളിലേക്ക് അയച്ച ആത്മാവിനാൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ കാണിച്ചു തരികയും കുറവുകളെ തിരുത്തി അങ്ങയുടെ പാതകളെ സഞ്ചരിക്കാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കി മാറ്റണം.
മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ യോജിച്ചതല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യൻ കാണുന്ന പോലെയല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യഭാവത്തിലും ദൈവം ഹൃദയഭാവത്തിലും. ദൈവം എൻ്റെ ഹൃദയം പരിശോധിച്ച് അവിടുന്ന് വിശദീകരിച്ച് മുന്നോട്ട് നയിക്കണമേ. ഞങ്ങളെല്ലാവരെയും, വചനം ശ്രവിക്കുന്ന എല്ലാവരെയും, ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന എല്ലാവരിലേക്കും എൻ്റെ ആത്മാവിൻ്റെ പ്രവാഹം സമർത്ഥമായി ഉണ്ടാകട്ടെ. അവർ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.